ജയിക്കണം എന്നുള്ളത് നമ്മളെ ആവശ്യമാണ്. മറ്റുള്ളവരെ ആവശ്യമല്ല. മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ നമ്മളെ പാരൻസ് ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മൾ ജയിക്കണം എന്നുള്ളത്. പക്ഷേ പാരൻസ് സപ്പോർട്ട് ചെയ്യുന്നതിനും നമുക്കൊരു പരിധി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ പല ആൾക്കാരുടെ പ്രശ്നമാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാനൊന്നിലും ജയിക്കുന്നില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജയിക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങേ തല വരെ നിങ്ങൾ പരാജയത്തിൻ്റെ ഓരോ ചവിട്ടുപടികളും ചവിട്ടുമ്പോഴും ഇത് അല്ല ഇതിൻ്റെ അപ്പുറത്തും ഞാൻ കയറിപ്പോവും, അടുത്ത പടി ഞാൻ ചവിട്ടും, ഇതിൽ പോവട്ടെ എന്ന് വിചാരിച്ച് ക്ഷമയോടുകൂടി നിങ്ങൾ മുന്നിൽ പോയിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ അവസാനത്തെ ആ ഒരു നിങ്ങളെ വിജയത്തിൻ്റെ പടി കയറാനാവുമ്പോൾ നിങ്ങളെ ക്ഷമ എന്ത് ചെയ്തിട്ടുണ്ടാവും? നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതോടുകൂടി തിരിച്ചിറങ്ങിയിട്ടുണ്ടാവും. അവിടെയാണ് നിങ്ങൾക്ക് പരാജയം സംഭവിക്കുന്നത്. അതേ സമയത്ത് ഈ ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ ആ പടിയും കയറിപ്പോയ ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? വിജയത്തിലെത്തിയിട്ടുണ്ടാവും. ഒരു സംശയമില്ല. നിങ്ങൾ ചോദിച്ചു നോക്കുക. നമ്മളിപ്പോൾ ഇന്നുള്ള പല സമ്പന്നരും എങ്ങനെയാണ് ആ ഒരു പൊസിഷനിൽ എത്തിയിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒന്ന് പഠനം നടത്തി നോക്കുക. എല്ലാവരും പരാജയത്തിൽ നിന്നാണ് വിജയത്തിലേക്ക് കയറിയിട്ടുള്ളത്. അതേ സമയത്തിൽ വിജയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി ചിലപ്പം പരാജയത്തിലേക്ക് പോയി എന്ന് വരും. അവൻ്റെ സാഹചര്യം നമുക്ക് എല്ലാം കിട്ടിയിട്ട് എല്ലാം അറിഞ്ഞ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വ്യക്തി നമ്മളായിട്ട് നമ്മളൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. പരാജയങ്ങൾ വേണം, പ്രശ്നങ്ങൾ വേണം. അപ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുള്ളൂ. അപ്പോഴാണ് നമ്മളെ മൈൻഡിൽ ഒരു വാശി ഉണ്ടാവുള്ളൂ, എനിക്കത് നേടിയെടുക്കണം എന്നുള്ളത്. പല ആളുകളും നമ്മളെ നോക്കിയിട്ട് നിന്നെ കൊണ്ട് അത് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പല സ്ഥലങ്ങളിലും പോയിട്ട് നമ്മൾ നാണം കെട്ടിട്ടുണ്ടാവും. ചില ആളുകളുടെ അടുത്ത് നമ്മൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ തന്നെ, അല്ലെങ്കിൽ നമ്മൾ അവരെ മുന്നിൽ നിൽക്കാൻ തന്നെ നമുക്ക് ഒരു നാണക്കേടാവും അല്ലേ? നീ ഇപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നീ ഇപ്പോഴും ഒന്നും ആയിട്ടില്ലേ എന്നുള്ള ആ ഒരു ചോദ്യം നമ്മൾ കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് അറിയാം? ഒരു ലക്ഷ്യബോധം നിങ്ങൾക്ക് വേണം. ഒരു ഗോൾ നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. ഞാൻ ഇന്നതാവും എന്നുള്ളത് ആദ്യം. ഒരുപാട് ചിന്തകളും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ഇത് വേണ്ട. ഒറ്റൊരു കാര്യം നിങ്ങൾ ലക്ഷ്യം വെച്ചിട്ട് നടക്കുക. അതിനു വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ഓടുക. പരാജയങ്ങൾ ഉണ്ടാവും, തളർത്താൻ ഒരുപാട് പേരുണ്ടാവും. നമ്മളെന്നും ഒരാളും കൈപിടിക്കാൻ ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. പക്ഷേ അവിടെ ഒന്നുണ്ടാവും, നമ്മളെ കൈപിടിക്കാൻ പടച്ചോൻ ഒരാളെ നമ്മളെ നിയോഗിച്ചിട്ടുണ്ടാവും.